ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ദേ നമുക്ക് ഈ വർഷത്തെ ആദ്യത്തെ ചക്ക കിട്ടിയിട്ടുണ്ടേ. ഈ വർഷത്തെ ആദ്യത്തെ പഴുത്ത ചക്കയും വെച്ചിട്ട് നമ്മൾ അടിപൊളി ഒരു ചക്കയുടെ അങ്ങ് തയ്യാറാക്കാൻ പോവുകയാണേ. ചില സ്ഥലങ്ങളിൽ ഈ ഐറ്റത്തിന് ചക്കയുടെയെന്നും ചില സ്ഥലങ്ങളിൽ വയണയപ്പോന്നും പേരുണ്ടേ. അപ്പം നിങ്ങളെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം നമ്മൾ ചക്ക അടിപൊളിയായിട്ട് മിക്സിയിലിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ദേ അരക്കപ്പ് തേങ്ങ ഇതേപോലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്തേക്ക് അങ്ങോട്ട് നമ്മുടെ പാത്രം അങ്ങോട്ട് ഇരുന്ന് ചൂടായി വരട്ടെന്നേ. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഈ ചക്ക വെച്ചിട്ട് ഈ ചക്കയുടെ അങ്ങ് തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ? ശരിക്കും പറയാലോ, അടിപൊളി ടേസ്റ്റ് ആണെന്നേ. ദേ നമ്മൾ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ചട്ടി ചൂടായി വന്നേട്ടോ. അതിലേക്ക് ആദ്യം നമ്മൾ കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. നെയ്യ് നന്നായി ചൂടായി വന്നപ്പം നമ്മൾ അടിച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കക്കൂട്ടനെ ദേ ഇതങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനിതാ ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ അങ്ങോട്ട് ഇളക്കി സെറ്റാക്കി കൊടുക്കാം. ഈ നെയ്യിൽ കിടന്ന് നമ്മുടെ ചക്കക്കുട്ട അങ്ങോട്ടൊന്ന് സെറ്റായി വരട്ടെ. കൈ എടുക്കാൻ പാടില്ല കേട്ടോ. നന്നായി ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. തീ കൂട്ടി വെക്കാനും പാടില്ല, ഇത് അടിക്ക് പിടിച്ച് പോകുന്നേ. അടി കൂട്ടി ഇതുപോലെ അങ്ങോട്ട് ഇളക്കി 4 സൈഡിൽ നിന്ന് അങ്ങോട്ട് സെറ്റാക്കി ഇളക്കി കൊടുക്കാം. നമ്മുടെ ചക്കക്കുട്ട അങ്ങോട്ട് സെറ്റായി വന്നിട്ടുണ്ടേ. ഇനി അതിലേക്ക് നമ്മൾ ഒന്ന് ചതച്ച് വെച്ച് നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ, ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. വീണ്ടും കൈ എടുക്കാതെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ കൂട്ടി വെക്കരുതേ. ഇനി നമ്മുടെ തേങ്ങയും ചക്കപ്പേസ്റ്റും നമ്മുടെ നെയ്ക്കുട്ടനെയും കൂടെ ഇതുപോലെ യോജിപ്പിച്ച് അങ്ങോട്ട് സെറ്റാക്കി എടുക്കാം. ദേ ഇതിലേക്ക് നമുക്കിനി അങ്ങോട്ട് അടിപൊളി ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ നേരത്തെ നന്നായി കുറുക്കി അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയാണേ. ഇതും അതുപോലെ അങ്ങോട്ട് മിക്സാക്കി കൊടുക്കാം. ഇതെല്ലാം നല്ലപോലെ ഇളക്കി അങ്ങോട്ട് സെറ്റാക്കി കൊടുക്കേണ്ട പരിപാടി കേട്ടോ. ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിക്ക് പിടിച്ച് പോവേ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഏലക്കാപ്പൊടിയും പിന്നീട് ജീരകപ്പൊടിയും. ഈ 2 ഐറ്റവും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒന്നും കൂടെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് മിക്സാക്കി കൊടുക്കാം. എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് മിക്സായി വരട്ടെന്നേ. അതിലേക്ക് ഇനി നമുക്ക് ഇഷ്ടമുള്ള മാവ് ചേർക്കാം കേട്ടോ. ഗോതമ്പ് മാവോ അരിമാവോ നിങ്ങൾക്ക് ഏത് മാവാണോ ഇഷ്ടം അതങ്ങോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളങ്ങോട്ട് മാവ് ചേർത്തു നന്നായി അങ്ങോട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. കുറേശ്ശെ മാവ് ചേർത്താട്ടോ നമ്മൾ ഇതിനെ അങ്ങോട്ട് മിക്സാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മാവ് കുട്ടനെ അങ്ങോട്ട് ഇളക്കി ഇനി ഇവരെല്ലാവരെയും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് യോജിപ്പിച്ച് സെറ്റാക്കി എടുക്കാം. ദേ റെഡിയായി കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താച്ചാ, ഇലകളെല്ലാവരും കൂടി ഇങ്ങോട്ട് വരട്ടെ. വരിയായി നമ്മുടെ വയണയില ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സെറ്റാക്കി വെച്ച മാവ് ഓരോന്നായി ഇതിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ എങ്ങനെ കലാപരിപാടി തുടങ്ങാമല്ലേ. ഇനി ഓരോ ഇല അങ്ങോട്ട് എടുക്കുക. ഇതിനൊക്കെ കുമ്പിള് കുത്തുക എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്ക് അറിയില്ല കേട്ടോ, കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ അങ്ങോട്ട് കുത്തി ഒരു ഈർക്കിലൊക്കെ ഒരു സൈഡിൽ കൂടെ കുത്തി കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഇലകളെല്ലാം അങ്ങോട്ട് തയ്യാറാക്കി വെക്കാം. ഓരോ ഇലകൾ നമ്മൾ അങ്ങോട്ട് എടുത്ത് സെറ്റാക്കി വെക്കുന്നുണ്ടേ. ഇതേപോലെ കേട്ടോ ഇത് മടക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പിന്നൊരു കാര്യം, ഈ റെസിപ്പീസ് ഒന്നും ഞാൻ തയ്യാറാക്കുന്നതല്ല, എൻ്റെ ഉമ്മയുടെ അനിയത്തി എൻ്റെ കുഞ്ഞ് തയ്യാറാക്കുന്ന റെസിപ്പീസാണേ. അപ്പോൾ നമുക്ക് മാവെല്ലാം അങ്ങോട്ട് സെറ്റാക്കി ഇതിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇതേപോലെ അങ്ങോട്ട് വെക്കുക. ആ ഇലയുടെ തുമ്പ് പിടിച്ചതുപോലെ അങ്ങോട്ട് സെറ്റാക്കി കൊടുക്കാം. അടുത്തൊരു ഇലയും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എന്ത് രസമുണ്ടല്ലോ അതിനെ കാണാൻ തന്നെ. കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണെന്നേ. അടുത്തൊരു ഇല അങ്ങോട്ട് എടുത്തു. വീണ്ടും നമ്മുടെ മാവ് ഇതുപോലെ അങ്ങോട്ട് ഉരുട്ടി ഇതിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഇലയുടെ തുമ്പ് പിടിച്ച് ഇതുപോലെ അങ്ങോട്ട് കൊളുത്തി കൊടുക്കുക. അപ്പോൾ സെറ്റായി കേട്ടോ. അന്നേരം പിന്നെ ബാക്കിയിരിക്കുന്ന ഇലയെല്ലാം ഇതേപോലെ അങ്ങോട്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഇതേപോലെ എല്ലാം റെഡിയാക്കി നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ടേ. നോക്കിയേ, എല്ലാം റെഡിയായി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ആവി കയറ്റി അങ്ങോട്ട് വേവിച്ചെടുക്കാന്നേ. നമ്മുടെ ഇഡലി കുട്ടുവത്തിലാണ് നമ്മൾ ഇന്ന് ആവി കയറ്റി ഇതിനെ എടുക്കാൻ പോകുന്നത്. എല്ലാം അങ്ങോട്ട് ചടപടേന്ന് അങ്ങോട്ട് പറക്കി നമ്മൾ വെക്കുവാണ്. എല്ലാം വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അടച്ചങ്ങോട്ട് വേവിക്കാനായിട്ട് ഇതിനെ വെക്കാം കേട്ടോ. നമ്മുടെ ചക്കയുടെ എല്ലാം അങ്ങോട്ട് പറക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് അടച്ച് സെറ്റാക്കി ആവി കയറാനായിട്ട് വെക്കാം. ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്കങ്ങോട്ട് തുറക്കാം. നമ്മൾ ഏത് ജില്ലയിൽ നിൽക്കുവാണെങ്കിലും ഇതങ്ങോട്ട് തുറന്ന ഈ ആവിയുടെ മണം അങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, ഓടി ഇതിൻ്റെ അടുത്തോട്ട് തന്നെ വരും. എന്ത് മണമാണെന്നോ, ആ ഇലയുടെയും ഈ ചക്കയുടെ എല്ലാം കൂടെ ഒരു മണം. എൻ്റെ പൊന്ന് സാറേ, ഒരു 10-12 വീടിൻ്റെ അപ്പുറം വരെ മണം എത്തും കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ ഇത്രയും ക്വാണ്ടിറ്റി എന്തിനാ തയ്യാറാക്കിയെന്ന്. ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അവർക്ക് കൊടുക്കാനും പിന്നെ നമ്മുടെ നൈബേഴ്സിനും ഫാമിലിക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി തയ്യാറാക്കിയത്. അതുമല്ല നമ്മുടെ ആദ്യത്തെ ചക്കയല്ലേ, ഇറ്റ്സ് സോ സ്പെഷ്യൽ. അങ്ങനെ ആവിയിൽ വെന്ത എല്ലാവരെയും നമ്മൾ പറക്കി ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി വെക്കുക കേട്ടോ.
ചടപട നമ്മൾ പാത്രത്തിലേക്ക് ദേ അങ്ങോട്ട് സെർവ് ചെയ്ത് മാറ്റുവാന്നേ. എന്നിട്ട് നമ്മുടെ ചക്കയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂന്നേ, അടിപൊളി ടേസ്റ്റ് ആണെന്നേ. നിങ്ങൾ ചക്ക കിട്ടുമ്പോഴെല്ലാം ഇത് തയ്യാറാക്കി കഴിച്ചുകൊണ്ടേയിരിക്കും, അത്രത്തോളം ടേസ്റ്റ് ആട്ടോ. ചില ആൾക്കാർക്ക് പഴുത്ത ചക്കയൊന്നും ഇഷ്ടമല്ല, അങ്ങനെയുള്ളവരൊക്കെ ഇതുപോലൊന്ന് ട്രൈ ആക്കി കഴിച്ചു നോക്കണേ. എല്ലാവർക്കും, കുഞ്ഞുമക്കൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാം ഇത് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ കൂട്ടുകാരെ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി നാളെ കാണാം. ലവ് യു ഓൾ. ബൈ ബൈ.